മറ്റേ പുഷ്പ വണ്ണൂല ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടമായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നമുക്ക് കൈയടിക്കേണ്ട കണക്കുള്ള ഒന്നും വ്യക്തമായ ഒരു കഥ ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും. കുഴപ്പമില്ല, ലൈറ്റ് ആയിട്ട് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇത്തിരി ഓവറായിട്ട് തോന്നി. അല്ലാതെ എടുത്ത് പറയാൻ ഫഹദ് ഫാസിലിന്റെ റോള് കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ഓവറായിട്ട് കുഴപ്പമില്ല. ഫസ്റ്റിന്റെ അത്ര വന്നിട്ടില്ല, എന്നാലും ഓക്കെയാണ്, ബെറ്റർ ആണ്. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്, തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. കുഴപ്പമില്ല. കൊള്ളാം. സുകുമാർ ഇങ്ങനെ ഇത്രയും വലിച്ചു നീട്ടുണ്ടായിരുന്നു. ഡ്രാമ സീൻസ് ഒക്കെ കുറച്ചൊന്ന് ഒഴിവാക്കാമെങ്കിൽ നന്നായിരുന്നേനെ. 3.5 മണിക്കൂർ പടപടാന്ന് പോയി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഫാമിലി പാസം അത് വേണ്ടിയിരുന്നില്ല. കുറച്ചൊക്കെ വെട്ടിയതൊക്കെ 3 മണിക്കൂറൊക്കെ വീണ്ടും നമുക്ക് നോക്കാം. അവസാനത്തെ ഒരു 10 മിനിറ്റ് ഒക്കെ വേണ്ടിയിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, സ്റ്റോറി സെറ്റപ്പ് ഒക്കെ അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇന്നലത്തെ ഞാൻ കുറേ എണ്ണം റിവ്യൂ ഒക്കെ കണ്ടായിരുന്നു. കുറേ പേര് ഇവിടെ നിന്ന് പറയണത്, ചിലവരാണെങ്കിൽ പയറ് പറയണം, അതൊക്കെ പറയണതൊക്കെ. ലൈക്ക് ഫോർ മീ ഇറ്റ് വാസ് വെരി ഓക്കെ. ലൈക്ക് ലാസ്റ്റ് ഇച്ചിരി മറ്റേ ഫാമിലി പാസം ഇച്ചിരി കുറച്ച് കൂടി പോയതാണ് ഇച്ചിരി പ്രശ്നം. പക്ഷേ ആ മറ്റേ കങ്കുവ പോലെ മറ്റേ ഫാമിലി പാസം മറ്റേ ഈ പാസ് ആ പാസ്സൊക്കെ കൂടി. പക്ഷേ ഇച്ചിരി ബാലൻസ് അപ്പുറത്തിപ്പുറത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു കാണുന്നത്. പക്ഷേ സാരമില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആക്ഷൻ സീൻസൊക്കെ ഓക്കെ, ഇറ്റ് വാസ് നൈസ്. പിന്നെ ഗംഗമ്മ ജാത്രയിൽ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, അതായിരുന്നു ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിനകത്ത് അല്ലു അർജുൻ്റെ ഇത് ഡാൻസ് പെർഫോമൻസ്, അതിനകത്ത് അത് യൂഷ്വലി അത് ഉൾപ്പെടുത്തില്ലായിരുന്നു ടി സീരീസ് ഓഡിയോയിൽ. പക്ഷെ അത് നന്നായിട്ടായിരുന്നു. പിന്നെ ലൈക്ക് ഇച്ചിരി സീൻസ് നമുക്ക് ആവശ്യമില്ലായിരുന്നായിരുന്നു. പക്ഷെ ഇതുവരെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, വലിയ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് എന്നേ ഉള്ളൂ. ഇപ്പൊ അറിയണ പോലെ അത്ര പുളുവൊന്നും അല്ല സിനിമ.